ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ ടീച്ചർ തന്നെയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വെബ് ടെക്നോളജിയാണ്. ഓക്കെ, നിങ്ങളുടെ യൂണിറ്റ് വെബ് ടെക്നോളജിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം കോമൺലി ഒരു വെബ് ടെക്നോളജിയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ മനസ്സിലല്ലേ. എന്താണ് വെബ്സൈറ്റ്, എന്താണ് വെബ് പേജസ് അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ, അതായത് എന്താണ് വെബ്സൈറ്റ്, എന്താണ് വെബ് പേജസ്, അതൊക്കെയാണ് നമ്മൾ ആദ്യം ഇപ്പം പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഒരു വെബ് പേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു പേജ് ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജിമെയിൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ വെബ്സൈറ്റ്, സ്കൂളിൻ്റെ എക്സാമ്പിൾ എഴുതാം. സ്കൂളിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജിമെയിലിൽ കൂടി നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു, അതെന്ത് ചെയ്യും, സെർച്ച് ചെയ്തതിന് ശേഷമാണ് എന്ത് വരുന്നത്, നമ്മൾ കാണുന്ന റിസൾട്ട് വരുന്നത്. അപ്പോൾ അവിടെയെല്ലാം എന്താ, ഒരു കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആ വെബ്സൈറ്റിനുള്ളിൽ തന്നെ എന്തുണ്ട്, ഡിഫറെൻറ്റ് പേജസ് ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ സ്കൂളാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ സ്കൂളിൻ്റെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ എന്ത് വരും, സ്കൂളിൻ്റെ ഒരു ഇമേജ് കാണും, പിന്നെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കൂളിനെ പറ്റിയ ഒരു ഡീറ്റെയിൽ കാണും, വേറൊരു ലിങ്കിൽ എന്താണ് കോഴ്സസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ക്ലാസ്സസ് എന്തൊക്കെയാണ്, അങ്ങനെ ഡീറ്റെയിൽസ് ഉള്ള ഒരു പേജ് കാണും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പേജസ് ഉള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് എന്താണ്, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് മെനി വെബ് പേജസ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞു, ഒന്നുകിൽ എന്തായിരിക്കും, ഒരു ടെക്സ്റ്റ് ആയിരിക്കും, കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളതാവാം, ടെക്സ്റ്റായിട്ട് എഴുതിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ എന്താ, എന്തെങ്കിലും ഗ്രാഫിക്സ്, എന്തെങ്കിലും പടങ്ങളോ സൗണ്ടുകളോ ഇമേജസ്, പിന്നെന്താ ആനിമേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ വരുന്നതാവാം എന്തെന്ന് പറയുന്നത് വെബ് പേജ് എന്ന് പറയുന്നത്. വെബ് പേജ് കണ്ടെയ്ൻസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട്, ഇമേജ് എക്സെട്ര. ഓക്കെ, ഇനി ഈ വെബ് പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് HTML. HTML എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ എല്ലാവർക്കും. അതിൻ്റെ ഫുൾ ഫോം എന്താണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ്. അതിനകത്ത് എന്താണ്, പല തരത്തിലുള്ള ടാഗുകളായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ആ ടാഗുകൾക്കുള്ളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ നമ്മളിനി വരുന്ന പോർഷൻസിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഒരു വെബ് പേജിനകത്ത് എന്താണ്, ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഒരു ഗ്രാഫിക്സ് ഉണ്ട്, അതിൻ്റെ സൗണ്ട് ഉണ്ട്, ഇമേജസ് ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, എനിത്തിങ്, അങ്ങനെയുള്ള ഒരു കളക്ഷൻ എല്ലാവരും കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു പേജിനെയാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുന്നത്. ഇനി വെബ് പേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് HTML. അതുകൊണ്ട് തന്നെ HTML നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് എന്നും പറയാനായിട്ട് സാധിക്കും. HTML is the language of internet. അപ്പോൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു. വെബ് പേജുകളെല്ലാം കൂടി ഒന്നിച്ചാക്കിയുള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന, ക്ലിക്ക് ചെയ്യുന്ന, നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് മെനി വെബ് പേജസ് ആണ്. കളക്ഷൻ ഓഫ് മെനി വെബ് പേജസ്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒരു വെബിൽ, അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ എങ്ങനെയാണ് നോർമലായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, നോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ എന്താണ്, ക്ലയൻ്റാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഞാൻ എൻ്റെ URL ടൈപ്പ് ചെയ്യും. URL എന്ന് പറഞ്ഞാൽ എന്താ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് പറയുന്നത്, URL. ഓക്കെ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അപ്പോൾ ഒരു ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, ബ്രൗസറിൽ ഒരു URL ടൈപ്പ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ആ URL എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, ഒരു ഡൊമെയിൻ നെയിം സിസ്റ്റം സെർവറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അയക്കുന്ന ആ URLനകത്ത് ഒരു ഡൊമെയിൻ നെയിം കാണും, പ്രോട്ടോക്കോൾ കാണും, അങ്ങനെ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു URL എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ URL നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡൊമെയിൻ നെയിം സിസ്റ്റം സെർവറിലേക്ക് ആ URL സെൻഡ് ചെയ്യും. അവിടേക്ക് എന്തിനാണ് അയക്കുന്നതെന്ന് വെച്ചാൽ, എല്ലാ വെബ്സൈറ്റുകൾക്കും എന്തുണ്ടാവും, ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ആ IP അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെങ്ങനെ DNS സെർവറിലേക്ക്, ഇതെല്ലാം ഇൻറ്റേർണലി നടക്കുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല, ഇൻറ്റേർണലി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു IP അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഒരു IP അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു സെർവർ കാണും, ഒരു ക്ലയൻറ്റും ഉണ്ട്, ഒരു സെർവറും ഉണ്ട്. ഓക്കെ, ആ സെർവറിലേക്ക് നമ്മൾ ഈ IP
അഡ്രസ് ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ഓക്കെ, കണക്ട് ടു ദ സെർവർ യൂസിങ് IP അഡ്രസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ റിക്വസ്റ്റ് എന്താണ്, ഇപ്പം നമ്മൾ ഏത് സൈറ്റാണോ സെർച്ച് ചെയ്തത് ആ റിക്വസ്റ്റിനെ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ് ദി റിക്വസ്റ്റ്. അതിനുശേഷം ക്ലയൻറ്റിന് വേണ്ടുന്ന വെബ് പേജിനെ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു, അത് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബ്രൗസറിൽ നമ്മുടെ ഗൂഗിൾ ബ്രൗസറിൽ നമുക്ക് വേണ്ടുന്ന വെബ് പേജ് അതിൻ്റെ ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നു. ഇതാണ് നോർമലി ഒരു വെബിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലയൻറ്റും ഉണ്ട്, ഒരു സെർവർ, അതായത് ഒരു സെൻറ്ററും ഉണ്ട്, ഒരു റിസീവറും ഉണ്ട്. അത് തന്നെയാണ് ക്ലയൻറ്റ് ആൻഡ് സെർവർ. അപ്പോൾ ആദ്യം ക്ലയൻറ്റ് എന്ത് ചെയ്യും, URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അത് ഡൊമെയിൻ നെയിം സിസ്റ്റം സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മുടെ IP അഡ്രസ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ IP അഡ്രസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അത് ആ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ IP അഡ്രസ് യൂസ് ചെയ്തിട്ടായിരിക്കും സെർവറിലേക്ക് കണക്ട് ചെയ്യുക. സെർവറിൻ്റെ IP അഡ്രസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്, അത് മനസ്സിലാക്കാം. ക്ലയൻറ്റിൻ്റെ ഒരു IP അഡ്രസ് ഉണ്ടാവും, സെർവറിനും ഉണ്ടാവും. ഏതിനെയാണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അപ്പോൾ അതായിരിക്കുമല്ലോ നമ്മുടെ സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സെർവറിൻ്റെ IP അഡ്രസ്സിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒബ്റ്റെയിൻ ചെയ്യുന്നു. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ റിക്വസ്റ്റ് അവിടെ എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും. എന്താണോ നമ്മൾ സെർച്ച് ചെയ്തത് അവിടെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ വെബ് പേജ് ക്ലയൻറ്റിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. അത് അതിൻ്റെ ഫോർമാറ്റിൽ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബിൽ നടക്കുന്നത്. ഇനി ഞാനിപ്പോൾ പറഞ്ഞത് എന്താ, നോർമലായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ എന്താ, ഒരു TCP പ്രോട്ടോക്കോൾ, അതായത് എല്ലാത്തിനും അതിൻ്റേതായ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചില പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില പ്രോട്ടോക്കോൾസ് അപ്പോൾ ഇതിനെല്ലാം എന്താണ്, ഒരു പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണിത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, TCP/IP എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഇനിയും ഈ TCP/IP യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ പാക്കറ്റ് ഒരു സെൻഡറിൽ നിന്നും ഒരു റിസീവറിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് മെയിൻലി 3 സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് സെൻഡർ എന്ന് പറയുന്ന ആരാണ്, നമ്മളാണ് അല്ലേ, ക്ലയൻ്റ് ആണ്. നമ്മളാണ് ഒരു പേജ് ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആ ഡേറ്റയെ ഈ TCP നമ്മുടെ പ്രോട്ടോക്കോൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഡിവൈഡ്സ് data into different packets. അതിനുശേഷം ഈ പാക്കറ്റുകളെ എല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ഒരു റൂട്ടർ വഴി ഇൻ്റർനെറ്റിൽ അക്രോസ് ട്രാവൽ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് അപ്പം ഡിവൈഡ് ചെയ്യുന്ന അനുസരിച്ച് ഓരോന്നിനകത്തും എന്തുണ്ട്, ഓരോ IP അഡ്രസ്സുകളുണ്ട്. ആ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് റൂട്ടർ ഈ പാക്കറ്റുകളിലെല്ലാം എന്തുണ്ട്, ഒരു IP അഡ്രസ്സും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാക്കറ്റ് എന്ത് ചെയ്യുന്നു, ഒരു റൂട്ടറിൽ നിന്നും മറ്റൊരു റൂട്ടറിലേക്ക് ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നു, അതായത് സെൻഡ് ചെയ്ത് വരുന്നു അതിൻ്റെ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് എന്താണ്, അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ അത് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്തുണ്ട്, ഒരു TCP പ്രോട്ടോക്കോൾ ഉണ്ടാവും. ആ TCP പ്രോട്ടോക്കോൾ എന്ത് ചെയ്യും, ഈ ഡേറ്റ പാക്കറ്റിനെ എല്ലാം കൂടി റീഅസംബിൾ ചെയ്തിട്ട് അതിനെ ഒറിജിനൽ ഫോമിലേക്ക് മാറ്റും. മനസ്സിലായോ? നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ എന്താ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന എന്തെങ്കിലും URL ആവാം. അത് അപ്പോൾ നമ്മൾ എന്തായിരുന്നു, നമ്മുടെ ഡേറ്റ പാക്കറ്റ് വന്നു, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു URL സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതിൽ തന്നെ എന്താവും, അതിനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കിട്ടിക്കഴിയുന്നുണ്ട് എന്ത് ചെയ്യും, അതിനെ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് ഡിവൈഡ് ചെയ്യുന്ന ആരാണ്, TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ് ഈ ഡേറ്റയെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ പാക്കറ്റുകളെ എന്ത് ചെയ്യുന്നു, ഓരോ റൂട്ടർ വഴിയും ട്രാവൽ ചെയ്യിക്കുന്നു. അതിൻ്റേതായ IP അഡ്രസ്സുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും അതെന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. ട്രാവൽ ചെയ്തതിന് ശേഷം അത് എവിടേക്ക് വരുന്നു, നമ്മുടെ റെസിപ്പിയൻ്റ്, അതായത് നമ്മുടെ റിസീവറിലേക്ക് എത്തിച്ചേരുന്നു. റിസീവറിൽ എത്തിച്ചേരുമ്പം എങ്ങനെയാണ്, പലതായിട്ടായിരിക്കും ഡേറ്റ കിടക്കുന്നത് അല്ലേ. അങ്ങനെ കണ്ടാൽ നമ്മുടെ റിസീവറിന് മനസ്സിലാക്കാൻ പറ്റുമോ എന്താ നമ്മുടെ ആക്ച്വൽ ഡേറ്റ എന്ന്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്, റിസീവർ സൈഡിലും സെൻഡർ സൈഡിലും TCP പ്രോട്ടോക്കോൾ കാണും. റിസീവർ സൈഡിലെ TCP അതിനെ എന്ത് ചെയ്യുന്നു, റീഅസംബിൾ ചെയ്തിട്ട് അതിനെ ഒറിജിനൽ ഫോമിലേക്ക് മാറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് റൂട്ടിംഗ് ഓഫ് ഡേറ്റ പാക്കറ്റ് ഫ്രം സെൻഡർ ടു റിസീവറിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു സെൻഡർ, അതായത് ഒരു ക്ലയൻറ്റ്, നമ്മുടെ സെൻഡർ സൈഡിലും എന്തുണ്ട്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റിസീവർ സൈഡിലും ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഉണ്ട്. അപ്പോൾ ഒരു ലാർജ് ഡേറ്റ ആണെന്ന് വിചാരിക്കുക, അതായത് ഒരു URL ആണെന്ന് വിചാരിക്കുക. ആ URL എന്ത് ചെയ്യുന്നു, ഈ TCP, അതായത്
ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അതിനെ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. വിച്ച് ഡിവൈഡ്സ് ദ ഡേറ്റ ഇൻ ടു ഡിഫറെൻറ്റ് പാക്കറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് റൂട്ട്സ് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. എല്ലാം എവിടെ എത്തിച്ചേരണം, ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണം. പക്ഷേ ഡിഫറെൻറ്റ് റൂട്ടേഴ്സിലൂടെ ആയിരിക്കും ഇതിനെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട്, ഓരോ പാക്കറ്റ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് എന്തുണ്ട്, അതിൻ്റേതായ IP അഡ്രസ്സുകൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ്, IP അഡ്രസ്സുകളും ഉണ്ടാവും. അതനുസരിച്ചാണ് എന്ത് ഡേറ്റ ട്രാൻസ്ഫർ ആയിക്കൊണ്ട് ഇരിക്കുന്നത്. ട്രാൻസ്ഫർ ആയിട്ട് അവസാനം നമ്മുടെ റിസീവറിലേക്ക് അത് എത്തിക്കഴിയുമ്പോൾ പലതായിട്ടാണെങ്കിൽ ഒരു യൂസറിന് അത് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ റിസീവർ എൻഡിലെ TCP പ്രോട്ടോകോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നു, ഈ ഡിഫറെൻറ്റ് പാക്കറ്റ്സിനെ എല്ലാം കൂടി റീഅസംബിൾ ചെയ്യുന്നു, ഒന്നിച്ചാക്കി ഒറ്റ സിംഗിൾ നമ്മുടെ ഒറിജിനൽ ഫോം ഓഫ് ഡേറ്റ എന്തായിരുന്നോ അതായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്ത് റൂട്ടിംഗ് ഓഫ് ഡേറ്റ പാക്കറ്റ് ഫ്രം സെൻഡർ ടു റിസീവറിനകത്ത് നടക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത പഠിക്കാനുള്ളത്, ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്, ഒരു വെബ്സൈറ്റ് എന്താണെന്ന് പറഞ്ഞു, വെബ് പേജസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെന്താ ഒരു കമ്മ്യൂണിക്കേഷൻ, വെബിൽ നടക്കുന്ന സാധാരണ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനും, പിന്നെന്താ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്, അതായത് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും ഇൻ്റർനെറ്റ് പ്രോട്ടോകോളും യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കാര്യവും പറഞ്ഞു. ഇനി നോർമലി നമ്മുടെ വെബിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ടാമത്തേത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഒരു വെബ് സെർവർ എന്ന് പറയുന്നത്? വെബ് സെർവർ എന്ന് പറയുന്നത് is a computer that is dedicated to responding to request for web pages. അതായത് ഒരു വെബ് പേജിന് വരുന്നതായ റിക്വസ്റ്റ്, ഒരു വെബ് പേജ് ആക്സസ് ചെയ്യാനായിട്ട് വരുന്നതായ റിക്വസ്റ്റുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ. അതിനെ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി മാത്രമായിരിക്കും എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ സെർവേഴ്സ്, വെബ് സെർവേഴ്സ് എന്ന് പറയുന്നത്. So it is a computer that is dedicated to responding to request for web pages. വെബ് പേജസിന് വരുന്നതായ റിക്വസ്റ്റുകൾ, അതായത് ഇപ്പം ഞാൻ എന്താ ഒരു സ്കൂളിൻ്റെ വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെർവർ കമ്പ്യൂട്ടർ കാണും അല്ലേ. ആ സെർവർ കമ്പ്യൂട്ടറാണ് ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആ വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെബ് സെർവർ എന്ന് പറയുന്നത്. അപ്പം രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വെബിൽ നടക്കുന്നത്. ഫസ്റ്റ് ഇസ് ക്ലയൻറ്റ് ടു വെബ് സെർവർ, അടുത്തത് വെബ് സെർവർ ടു വെബ് സെർവർ. അപ്പം നമുക്ക് ഇന്ന് ഒന്നാമത്തേത് മാത്രം പഠിക്കാം, എന്താണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ മാത്രം നമുക്ക് ഇന്ന് പഠിക്കാം, ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മുടെ ഫസ്റ്റ് വൺ എന്താണെന്ന് ഞാൻ പറഞ്ഞേ, ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താ, നമ്മുടെ യൂസർ നെയിമും കൊടുക്കും, പാസ്വേഡും കൊടുക്കും അല്ലേ. നമ്മൾ കൊടുക്കുന്ന അതേ ഫോമിൽ തന്നെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡേറ്റയെ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വേറൊരു ഫോമിലേക്ക് മാറ്റും. മനസ്സിലായോ? അതായത് നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിമിനെ വേറൊരു ഫോമിലേക്ക് മാറ്റുന്നു. അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡിനെയും വേറൊരു ഫോമിലേക്ക് മാറ്റുന്നു. അത് മെയിൻലി എന്തിനാണ്, ടു എൻഷുർ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഹാക്കേഴ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും സെക്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് HTTPS. എന്ത് പ്രോട്ടോക്കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? HTTPS, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ദിസ് ഈസ് സെക്യൂർ. ഇങ്ങനെ എസ്സും കൂടെ ഉണ്ട് എങ്കിൽ നമ്മുടെ ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെക്യൂർ ആയിരിക്കും. അല്ല, നമ്മുടെ ആ പേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെക്യൂർ ആയിരിക്കും. ഓക്കെ, സെക്യൂരിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTTPS എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് മനസ്സിലായല്ലോ. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഡേറ്റ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ വേണം അതിനെ എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ. മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാവാത്ത രീതിയിലേക്ക് അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് അതിന് സെക്യൂരിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTTPS പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു HTTPS എന്താണ്, നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു.
അപ്പോൾ ഈ HTTPS തന്നെയല്ല വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ ഒരു SSL സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. SSL എന്ന് പറഞ്ഞാൽ സെക്യൂർ സോക്കറ്റ് ലെയർ എന്നാണ് പറയുന്നത്. സെക്യൂർ സോക്കറ്റ് ലെയർ. ആ സെക്യൂർ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റുകളും കൂടി ഈ HTTPSൻ്റെ കൂടി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഒരു സെക്യൂരിറ്റി, കമ്പ്യൂട്ടേഴ്സിന് ഇൻ്റർനെറ്റിൽ ഉള്ള സെക്യൂരിറ്റി കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണ് അതിലേക്ക് എന്താണ് SSL സർട്ടിഫിക്കറ്റും നമ്മൾ ഈ HTTPSൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് നോർമൽ നടക്കുന്ന ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ അല്ലെ അതിൻ്റെ ഒത്തൻറ്റിക്കേഷൻ പ്രോസസ്സാണ് ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഞാനൊരു ഫിഗർ വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, ഒത്തൻറ്റിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റായിട്ട് കൊടുക്കാതെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡേറ്റയെ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ക്ലയൻറ്റ് സെർവർ ഒത്തൻറ്റിക്കേഷൻ പ്രോസസ്സാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ഓൺ വെബ് ചോദിച്ചാൽ ഫസ്റ്റ് എന്താണ് നിങ്ങൾ എഴുതേണ്ടത്? ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിനകത്ത് HTTPSൻ്റെ കാര്യം മെൻഷൻ ചെയ്യുക, SSLൻ്റെ കാര്യം മെൻഷൻ ചെയ്യുക, സെക്യൂർ സോക്കറ്റ് ലെയറിൻ്റെ കാര്യം. അതിനുശേഷം ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, ഒരു 3-4 സ്റ്റെപ്സ് ഉണ്ട്, അതും എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് ഫിഗർ. ആ ഫിഗർ വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു സെൻഡറും കാണും ഒരു റിസീവറും കാണും. അതിനെയാണ് നമ്മൾ ക്ലയൻ്റ് എന്നും ഇതിനെയാണ് നമ്മൾ സെർവർ എന്നും പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു, ബ്രൗസ് ചെയ്യുന്നു. അപ്പോൾ ബ്രൗസ് ചെയ്യുമ്പോൾ എന്താ, ആദ്യമേ ഒരു സെക്യൂർ സോക്കറ്റ് ഇൻ്റർഫേസ് സെഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ട് എ സെക്യൂർ സെഷൻ, അതായത് സെക്യൂരിറ്റി ഉള്ള ഒരു സെഷൻ ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സെർവർ ഒരു സെക്യൂർ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് തിരിച്ച് ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് സെൻഡ് the server returns its SSL certificate back to the client. ക്ലയൻറ്റിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ക്ലയൻറ്റ് ബ്രൗസർ എന്ത് ചെയ്യും, അത് ചെക്ക് ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വാലിഡ് സർട്ടിഫിക്കറ്റ് ആണോ അതോ ഇനി വേറെ ആരെങ്കിലും സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണോ എന്ന് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ഇസ് ചെക്സ് വെദർ ദ സർട്ടിഫിക്കറ്റ് ഇസ് വാലിഡ് ഓർ ഇറ്റ് ഇസ് സൈൻഡ് ബൈ സംവൺ എൽസ്. അപ്പം വാലിഡ് ആണ് എങ്കിൽ ബ്രൗസർ എന്ത് ചെയ്യുന്നു, അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചുള്ള സെഷൻ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഇനിഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഡേറ്റയെ അതേപോലെ തന്നെ ആ പ്ലെയിൻ ടെക്സ്റ്റ് പോലെ തന്നെയല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, പകരം എൻക്രിപ്റ്റഡ് ഫോമിലേക്ക് മാറ്റിയിട്ടായിരിക്കും സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗസർ എന്ത് ചെയ്യും, ഇനിഷ്യേറ്റ്സ് ആൻഡ് എൻക്രിപ്റ്റ് ദ സെഷൻ. സെഷനെ എന്ത് ചെയ്യുന്നു, എൻക്രിപ്റ്റ് ചെയ്യുന്നു. അത് ആ എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും നമ്മുടെ സെർവർ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ റിക്വസ്റ്റ് എത്തിച്ചേരുന്നത്. സെർവർ കമ്പ്യൂട്ടർ അപ്പോൾ തിരിച്ച് എന്ത് ചെയ്യുന്നു, ഈ സെർവറും ബ്രൗസറും എന്ത് ചെയ്യുന്നു, എല്ലാ ഡേറ്റയെയും എൻക്രിപ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് അവിടെ നടക്കുന്ന കാര്യം. ഓക്കെ, അപ്പം ആദ്യം എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു സെക്യൂർ സെഷൻ. ആ സെക്യൂർ സെഷൻ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ റിസീവർ എന്ത് ചെക്ക് ചെയ്യും, എന്ത് റിട്ടേൺ ചെയ്യും, സെക്യൂർ ആണ് എങ്കിൽ എന്ത് ചെയ്യും, ഒരു SSL സർട്ടിഫിക്കറ്റ്, സെക്യൂർ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് തിരിച്ച് ഈ ക്ലയൻറ്റിലേക്ക് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ ക്ലയൻറ്റ് ബ്രൗസറിലുള്ള ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന ബ്രൗസർ ഒന്നെങ്കിൽ ഗൂഗിൾ ക്രോം ആവാം അല്ലെ മോസില്ല ആവാം, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന ബ്രൗസർ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യും ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വാലിഡ് ആണോ. വാലിഡ് ആണ് എങ്കിൽ എന്ത് ചെയ്യുന്നു, ബ്രൗസർ ഇനിഷ്യേറ്റ്സ് ആൻഡ് എൻക്രിപ്റ്റഡ് സെഷൻ. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ബ്രൗസർ ആ സെഷനെ ഇനിഷ്യേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് തിരിച്ച് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അങ്ങനെ സെർവറും ബ്രൗസറും എന്ത് ചെയ്യും, സെർവർ ബ്രൗസറും എന്ത് ചെയ്യും, എല്ലാ ഡേറ്റയും എൻക്രിപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, പ്രോസസ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വെൻ എ ബ്രൗസർ റിക്വസ്റ്റ് ഫോർ എ സെക്യൂർ വെബ് പേജ്, ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെർവർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ SSL സർട്ടിഫിക്കറ്റ് ആയിരിക്കും തിരിച്ച് സെൻഡ് ചെയ്യുന്നത്. സെർവർ ഫസ്റ്റ് റിട്ടേൺസ് ഇറ്റ്സ് SSL സർട്ടിഫിക്കറ്റ്. അപ്പോൾ ക്ലയൻറ്റ് സൈഡിലുള്ള ബ്രൗസർ എന്ത് ചെയ്യുന്നു, ആ സർട്ടിഫിക്കറ്റിനെ വെരിഫൈ ചെയ്യുന്നു, വെദർ ഇറ്റ് ഈസ് വാലിഡ്. അതിനെന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ വാലിഡ് ആണ് എങ്കിൽ എന്ത് ചെയ്യും, വാലിഡ് ആണ് എങ്കിൽ ബ്രൗസർ എന്ത് ചെയ്യുന്നു, ഒരു എൻക്രിപ്റ്റഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ കൊടുക്കാതെ ആ ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു.
അങ്ങനെയുള്ള സെഷനിൽ ബ്രൗസറും സെർവറും എന്ത് ചെയ്യും, എല്ലാ ഡേറ്റയെയും എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനിയും അതിൻ്റെ പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഫിഗറിൽ കണ്ടത്. ഇനി എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ബാങ്കിൻ്റെ കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവരെന്താ HTTPS വെച്ചിട്ടുള്ള സൈറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പെർഫോം ചെയ്യുന്നത്. അതായത് സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പം സെർവർ എന്ത് ചെയ്യുന്നു, SSL സർട്ടിഫിക്കറ്റ് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. തിരിച്ച് സെൻഡ് ചെയ്തതിന് ശേഷം ബ്രൗസർ വീണ്ടും എന്ത് ചെയ്യും, അതായത് നമ്മുടെ ക്ലയൻറ്റ് സൈഡിലുള്ള ബ്രൗസർ എന്ത് ചെയ്യുന്നു, ആ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. വാലിഡ് ആണ് എങ്കിൽ എന്ത് ചെയ്യും, അതിന് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ ട്രാൻസ്മിഷൻ ആ സെഷൻ എന്ത് ചെയ്യും, അവിടെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, സെൻഡറും റിസീവറും അതായത് ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ഒരു ഒത്തൻറ്റിക്കേറ്റഡ് പ്രോസസ്സായിരിക്കും അവിടെ നടക്കുന്നത്. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, ബാങ്കിങ് പോലുള്ള ആപ്ലിക്കേഷൻസിനാണ് കൂടുതലായിട്ടും ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒത്തൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള SSL പോലെയുള്ള സെക്യൂർ സോക്കറ്റ് ലെയർ പോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്തുള്ള HTTPS സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫർ ആയിരിക്കും അങ്ങനത്തെ തരത്തിലുള്ള വെബിൽ നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ ഓൺ വെബിൽ നടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വെബ് സെർവർ ടു വെബ് സെർവറാണ്. പിന്നെ കുറച്ച് വെബ് സെർവേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഈ മെറ്റീരിയൽ, ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു മെറ്റീരിയലും കൂടി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ മെറ്റീരിയലിനകത്ത് ചാപ്റ്റർ 4 വെബ് ടെക്നോളജി കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് വായിക്കുക, ഈ ടെക്സ്റ്റ് മെറ്റീരിയൽ വായിക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഡേ വല്ലതും ഞാൻ എന്ത് ചെയ്യും, നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ കണ്ടിട്ട് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇന്ന് പഠിപ്പിച്ച അത്രയും കാര്യങ്ങൾ, അതായത് ആ ചാപ്റ്റർ 4ൻ്റെ ബിഗിനിങ് തൊട്ട് ഇന്ന് പഠിപ്പിച്ച ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ആ ഫിഗറൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.